നിലവിൽ അർജൻറ്റീനയുമായി ഗവൺമെൻറ് നല്ല ബന്ധത്തിലാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ പറയുന്ന ബിൻഡോ എന്നുള്ളത് ഫിഫ ഓരോ ലോക റാങ്കിങ്ങിലുള്ള വേൾഡ് റാങ്കിങ്ങിലുള്ള ടീമിനോടും അവർക്ക് പുറത്തുപോയി സ്വതന്ത്രമായി മാച്ച് നടത്താനുള്ള സമയങ്ങളുണ്ട്. അതാണ് ഫിഫ വിൻഡോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രകാരം നവംബറും ഒക്ടോബറിലുമാണ് ഈ അർജൻറ്റീന അടക്കമുള്ള ടീമുകൾക്ക് വിൻഡോ അനുവദിച്ചത്. ആ സമയത്താണ് അവർ കേരളത്തിലെത്തേണ്ടത്. അപ്പോൾ സ്പോൺസർ ഇപ്പോൾ നിങ്ങൾ അറിയിച്ചു എന്ന് പറഞ്ഞു, പണം കൊടുക്കും. അദ്ദേഹം പണം അടച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഒക്ടോബറിലോ നവംബറിലോ കേരളത്തിലെത്തും, കളിക്കും. മറ്റ് തടസ്സങ്ങളൊന്നും ഉള്ളതായി ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ നിങ്ങൾ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നിലവിൽ അർജൻറ്റീന കേരളത്തിലെത്തില്ല എന്നുള്ളൊരു വാർത്തയൊന്നും ഇല്ല. അത് എങ്ങനെ വന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നമ്മുടെ നിലവിലുള്ള തീരുമാനപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അർജൻറ്റീനയും മെസ്സിയും കേരളത്തിൽ കളിക്കും. സ്പോൺസർ പറഞ്ഞ മറ്റൊരു കാര്യം, സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിൽ ഒരു സ്റ്റേഡിയം വേണമെങ്കിൽ അവർ നിർമ്മിക്കാനാണ്. അങ്ങനെ ഒരു കാര്യം ഇനി പോസിബിൾ ആണോ? നിലവിൽ ഇത് ഫിഫ മത്സരങ്ങളല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഫ്രണ്ട്ലി മാച്ചാണ്. അപ്പോൾ അത് പ്രകാരം നമ്മുടെ കേരളത്തിൽ തന്നെ 2 സ്റ്റേഡിയങ്ങൾ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് തിരുവനന്തപുരം സ്റ്റേഡിയം നമ്മളിതുവരെ ഫുട്ബോളിന് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ കാണികളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും കാണികൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു സ്റ്റേഡിയം ഇല്ല. അതുകൊണ്ട് നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളി വെച്ചാൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും. എല്ലാ അന്താരാഷ്ട്ര സൗകര്യങ്ങളും ഉള്ളൊരു സ്റ്റേഡിയമാണ്. മറ്റൊന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ്. അവിടെയും കളിക്കാം, അതിന് മറ്റുള്ള തടസ്സങ്ങളൊന്നുമില്ല.